കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ഫങ്ഷൻസും അതോടൊപ്പം തന്നെ കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നു. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ തന്നിരുന്നു. അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇതുവരെ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ചോദിക്കണം. പിന്നീട് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഏതെങ്കിലും ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാഡത്തോട് പറയണം. അതനുസരിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വോയിസ് നോട്ടായിട്ട് വായിച്ചു തരുന്നതായിരിക്കും. ഗ്രൂപ്പിൽ ഇട്ട് തരും. ഓക്കെ, അതാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മളിന്ന് ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മളിതിനകത്ത് നിന്ന് എടുക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതോടൊപ്പം തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ പാർലമെന്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസും കുറച്ച് ആർട്ടിക്കിൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകും. അതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഇവരെ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനിടയ്ക്ക് തന്നെ ചോദിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, എന്താണ് അതർ ബോഡീസ് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതെങ്കിലും ആർട്ടിക്കിൾസിനകത്ത് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സാധനങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആക്ടുകൾ പാർലമെന്റ് ക്രിയേറ്റ് ചെയ്തത് മൂലം ഉണ്ടാകുന്ന ബോഡികളെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ എന്ന ഹെഡ്ലൈൻസിൽ നമ്മൾ വായിക്കുന്നത്. ഓക്കെ, ഇനി അതർ ബോഡീസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അല്ല, അതോടൊപ്പം തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും അല്ലാത്ത മറ്റ് ടൈപ്പ് ഓഫ് ബോഡീസ് ഉണ്ട്. നമ്മൾ അതിനെ അതർ ബോഡീസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി, ഏതെങ്കിലും ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ ഓർഡർ വഴി ഉണ്ടായിരിക്കുന്ന ബോഡീസിനെയാണ് നമ്മൾ അതർ ബോഡീസ് എന്ന ഹെഡ്ലൈനിൽ നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രോ എന്ന നിലയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഏത് തരത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് പ്രവർത്തിക്കേണ്ട ബോഡീസിനെയാണ് നമ്മൾ സാധാരണ നിലയില് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന ടാഗ് ലൈനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ ലോജിക്കിന് വേണ്ടിയാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമ്മുടെ ലോജിക്കിന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കാനുണ്ട്. നമുക്കൊരു ബൗൺസർ പോലൊരു സാധനം വന്നു, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ബോഡിയെ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ബോഡി ആണോ എന്ന് പരിശോധിക്കാം. അതായത് രാജ്യത്തിന്റെ ഡെമോക്രസിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഒരു ലെജിസ്ലേച്ചറിന്റെയും പവറിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പാടില്ലാത്ത, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വേണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആകാൻ സാധ്യത ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ലോജിക്കിൽ നിരക്കാത്ത ചില ബോഡീസ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, എന്നാൽ ലോജിക്കിൽ നിരക്കാത്ത ചില ബോഡീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല. അങ്ങനത്തെ കുറെ എക്സെപ്ഷൻ കേസുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന നിലയിൽ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് പ്രവർത്തിക്കേണ്ട ബോഡികളാണെങ്കിൽ അത്തരത്തിലുള്ള ബോഡികളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു നിയമം വഴി ഒരു സമൂഹത്തിൽ നടപ്പിലാക്കേണ്ട ഒരു നിയമമാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബോഡിയെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ റെഗുലേറ്റ് ചെയ്യണം, ആ റെഗുലേറ്റ് ചെയ്യാനെ കൊണ്ടൊരു നിയമം വേണം, ആ നിയമം വഴി ഒരു ബോഡി ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് ബോഡികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പ്രധാനമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് ബോഡി. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പിന്നെ നമ്മൾ UPSC നമുക്കറിയാം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് UPSC. അതായത് ഇന്ത്യയിലുള്ള A ഗ്രൂപ്പ്, B ഗ്രൂപ്പ് എന്ന് പറയുന്ന ബ്യൂറോക്രാറ്റ്സുകളെ തെരഞ്ഞെടുക്കുക എന്ന ജോലിയാണ് UPSC നിർവഹിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇരിക്കുന്ന ബ്യൂറോക്രാറ്റ്സുകളെ എല്ലാം ആരാണ് സെലക്ട് ചെയ്യുന്നത്? അത് UPSC ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ നമ്മള് ഇതിനകത്ത് നിന്ന് ലോജിക്കലി പഠിക്കേണ്ട സാധനം, നമ്മളിപ്പോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പറ്റി ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ കേരള PSC എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അതേ ജോലികളായിരിക്കും ഈ പറയുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ നമ്മൾ അത് പ്രത്യേകം എടുത്ത് പഠിക്കത്തില്ല. നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകും. പക്ഷെ എന്ത് ചെയ്യില്ല, നമ്മൾ പ്രത്യേകം എടുത്തിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കത്തില്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പഠിക്കുന്ന അതേ സാധനങ്ങൾ തന്നെ ആയിരിക്കും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആയിരിക്കും. അങ്ങനെ ഒരു ചേഞ്ച് മാത്രമേ അവിടെ വരത്തുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് അതേ സാധനമായിരിക്കും KPSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ. നമ്മൾ എഴുതുന്ന PSC, UPSCക്ക് എന്ത് പഠിക്കുന്നു അത് തന്നെ ആയിരിക്കും KPSCക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. ഫിനാൻസ് കമ്മീഷൻ, ഈ ഫിനാൻസ് കമ്മീഷൻ അത് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അരവിന്ദ് ബനഗരിയാണ് നിലവിലത്തെ അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞു. 16ാം ഫിനാൻസ് കമ്മീഷനാണ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. 2025-26 മുതലാണ് അവരുടെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. 5 വർഷമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കാര്യം നമ്മൾ പറയുന്നത്, ഇതേ സാധനം ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ കാണും. എന്തായിരുന്നു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ജോലി? എന്തായിരുന്നു അറിയാം? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ജോലി എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ജോലി. പറഞ്ഞാരല്ലോ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ജോലി. ആരും പറയണ്ടേ? അവർക്ക് ഒരു ജോലി ഉള്ളടേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അവരുടെ ജോലി എന്താന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ പറഞ്ഞോ. ബഡ്ജറ്റിന്റെ ബഡ്ജറ്റുമായിട്ടൊന്നും ബന്ധമില്ല. ബഡ്ജറ്റുമായിട്ട് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ബന്ധമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്കാണ് അവരുടെ ജോലി. സംസ്ഥാനത്തിന് ആവശ്യമായ ഫണ്ടുകൾ നിശ്ചയിക്കുക. ആവശ്യത്തോടെ സംസ്ഥാനത്ത് വിവിധ പദ്ധതികൾക്കായ ഫണ്ട് നിശ്ചയിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചെന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കിന്റെ പേരെന്തായിരുന്നു? ലിസ്റ്റ്. ലിസ്റ്റ്. ആ ലിസ്റ്റ് മാത്രമേ പഠിച്ചുള്ളൂ? മറിച്ച് നോക്കി, ബുക്കൊന്ന് മറിച്ച് നോക്കി. ലിസ്റ്റ് മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുള്ളൂ? പഞ്ചായത്തി രാജ്. അതെ, ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ജോലി നമ്മളിപ്പോ പ്രത്യേകം പറഞ്ഞു. അതായത് സ്റ്റേറ്റ് ഫണ്ടിനെ പഞ്ചായത്തുകൾക്ക് വേണ്ടി അലോട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ജോലി. അത് പഠിച്ചു വെക്കുക. നമ്മൾ പഞ്ചായത്ത് രാജ് പറഞ്ഞതാണ്. ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ ഗവർണർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നും ആ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ജോലി എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട്, അതായത് താഴേക്ക് സ്റ്റേറ്റ് ഫണ്ടിനെ, സ്റ്റേറ്റിന് കിട്ടുന്ന ആകെ ടാക്സിനെ അതായത് ലോക്കൽ സെൽഫ് ഗവേണൻസുകളിലേക്ക് വീതിച്ചു കൊടുക്കേണ്ട ജോലി, അല്ലെങ്കിൽ അവർക്ക് എത്ര പെർസെന്റേജ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ജോലിയാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ. മറന്നുപോലെ കേട്ടോ. ഓക്കെ. അപ്പൊ ഇവർക്ക് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല കേട്ടോ. ആ ബഡ്ജറ്റിനകത്ത് എത്ര പെർസെന്റേജ് താഴേക്ക് കൊടുക്കണം എന്ന് മാത്രമേ പറയത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നത് CAG ആണ് കേട്ടോ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതായത് ഇത് CAG നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. അതേ CAG തന്നെ നമുക്ക് സ്റ്റേറ്റിലും കാണാൻ പറ്റും. ഇവരുടെ ജോലിയാണ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ, അല്ലെങ്കിൽ കേരളത്തിന്റെ ആണെങ്കിലും ഇന്ത്യയുടെ ആണെന്നുണ്ടെങ്കിലും എത്ര രൂപ എത്ര ഫണ്ടിൽ നിന്ന് പോയെന്ന് പരിശോധിക്കേണ്ട ചുമതലയുള്ള ജോലി അത് CAG-യുടെ ആണ്. നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കാം. ഞാനൊരു ഐഡിയക്ക് വേണ്ടിയാണ് തുടക്കം ഒരു ഇൻട്രോ എന്ന നിലയിൽ പറയുന്നത്. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട ബോഡി ഉള്ളത് ഈ പറയുന്ന SC കമ്മീഷൻ, ST കമ്മീഷൻ, OBC കമ്മീഷൻ അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മറ്റു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഓക്കെ. ഈ OBC കമ്മീഷൻ ഒരു അമെന്റ്മെന്റ് പറയാമോടെ? OBC കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പദവി കൊടുക്കുക അമെന്റ്മെന്റ്. നമ്മൾ NCBC എന്ന് പറഞ്ഞു. NCBC, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടുമായി ബന്ധപ്പെടുത്തി പറഞ്ഞായിരുന്നു. അത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആയിരുന്നു? ഇവർക്ക് കോൺസ്റ്റിറ്റ്യൂഷന് പദവി കൊടുത്ത അമെന്റ്മെന്റ് ആക്ട് എത്രയായിരുന്നു?
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് ക്ലാസ് കണ്ട് ഉത്സാഹിച്ചിരിക്കേ. മറുപടി കൊണ്ട് പറ, ആൻസർ പറ, പെട്ടെന്ന് പേപ്പർ മറിച്ച് നമുക്ക് ആൻസർ പറ. 102. ഓക്കെ, 102. 102 അപ്പൊ അതുവരെ ഈ പറയുന്ന OBC കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഇല്ലായിരുന്നു. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. അവര് 102 നമ്മൾ പഠിച്ച അമെന്റ്മെന്റ്. ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ട സാധനമാണ് അമെന്റ്മെന്റ്. ഞാൻ വീണ്ടും 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 എടുത്തു പറയുകയാണ്. എന്താണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് അമെന്റ്മെന്റിനെ പറ്റി ആവാനുള്ള സാധ്യത 50%. അപ്പൊ അതുകൊണ്ട് ഇത് 100-ന് ശേഷമുള്ള അമെന്റ്മെന്റ് ആണ്. 100-ന് ശേഷം 101, 102, 103, 104, 106 നമ്മൾ ഇത്രയും അമെന്റ്മെന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോയ അമെന്റ്മെന്റ്. അപ്പൊ 102 മറക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കണം. ഇത്രയും കമ്മീഷനുകളാണ് പ്രധാനമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻ. പിന്നെ ഒരു ചെറിയ സാധനം കൊണ്ടുണ്ട്, ഓർത്ത് വെക്കുക. ലിംഗ്വിസ്റ്റിക് കമ്മീഷൻ. ലിംഗ്വിസ്റ്റിക് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു സാധനം കേട്ടിട്ടുണ്ടെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ലിംഗ്വിസ്റ്റിക് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെന്നുള്ള സാധനം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഓക്കെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്സ് ഉള്ള ബോഡികളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വിളിക്കുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ആർട്ടിക്കിൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണം. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കത്തുള്ളൂ? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് നമ്മൾ അതിനെ വിളിക്കത്തുള്ളൂ. ഓക്കെ, ഇനി അതിനൊരു ഡിഫൈൻഡ് സ്ട്രക്ചർ കാണും, അതേപോലെ തന്നെ പവറും കാണും. ഡിഫൈൻഡ് സ്ട്രക്ചറും പവറും ഒക്കെ ആ ഒരു ബോഡിക്ക് കാണും. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെക്സ് ആൻഡ് ബാലൻസ് ആണ്. ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ജോലികളൊക്കെ കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത് എന്ന് നോക്കുന്ന ജോലിയാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് ഉള്ളത്. നമ്മൾ ഈ പറയുന്ന ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ബോഡികളൊക്കെ, നമ്മൾ മുൻപ് പറഞ്ഞ ബോഡികളൊക്കെ അവർ ചെക്സ് ആൻഡ് ബാലൻസ് നോക്കുന്ന ബോഡീസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എന്താണ് ഈ ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് അറിയാലോ? അതായത് നമ്മളുടെ ഇന്ത്യയിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ്. ജുഡീഷ്യറിക്ക് ജുഡീഷ്യറിയുടെ പവർ, എക്സിക്യൂട്ടീവിന് എക്സിക്യൂട്ടീവിന്റെ പവർ, ജുഡീഷ്യറി ലെജിസ്ലേച്ചറിന് ലെജിസ്ലേച്ചറിന്റെ പവർ. അങ്ങനെ അതാത് പവറുകൾ കൃത്യമായി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യേണ്ട എന്നാണ് പൊതു തത്വമെങ്കിലും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വിട്ടേക്ക്. അപ്പം ഈ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പൊ 3 ഡിവിഷനാണ്. നമ്മൾ 3 ഡിവിഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ. ഈ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ജോലി ശരിയാണെന്ന് ജുഡീഷ്യറി നോക്കണം. ജുഡീഷ്യറി ചെയ്യുന്നത് ശരിയാണെന്ന് ലെജിസ്ലേച്ചർ നോക്കണം. ലെജിസ്ലേച്ചർ ചെയ്യുന്നത് ശരിയാണെന്ന് ജുഡീഷ്യറി നോക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെക്സ് ആൻഡ് ബാലൻസ് നടത്തുക എന്ന ജോലിയാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് ഉള്ളത്. ഓക്കെ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ഇൻട്രോ എന്തെങ്കിലും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് 1-2 പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നമുക്കൊന്ന് പരിശോധിക്കണം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന രീതിയിലല്ല നമ്മൾ അതിനെ നോക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ ഗാർഡിയൻ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗാർഡിയൻ എന്നാണ് സുപ്രീം കോടതി അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 124 പ്രകാരം, ആർട്ടിക്കിൾ 124 ദർ ഷാൽ ബി എ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124 എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ബേസിക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സ്റ്റുഡന്റ് എന്ന നിലയിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊട്ടക്ടർ ആണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുക. ആ സുപ്രീം കോടതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 124 ആണ്. അതങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം എന്താണ് സുപ്രീം കോടതി എന്നറിയാം? അതൊരു ജുഡീഷ്യൽ അതോറിറ്റിയാണ്. അതായത് ഹൈയസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ വിത്ത് എക്സ്റ്റെൻസീവ് ഒറിജിനൽ അപ്പലേറ്റ് ആൻഡ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ. നമ്മൾ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒറിജിനൽ, അപ്പലേറ്റ്, അഡ്വൈസറി അറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള ഒരു കാര്യം പറഞ്ഞേ സുപ്രീം കോടതിക്ക്. സുപ്രീം കോടതിക്ക് ഡയറക്റ്റ് ഇടപെടാൻ പറ്റുന്ന ഒരു കേസ് പറഞ്ഞേ, ഒരു കാര്യം പറഞ്ഞേ. ഏത് കാര്യത്തിലാണ് സുപ്രീം കോടതിക്ക് ഡയറക്റ്റ് ഇടപെടാൻ പറ്റുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സിന് സുപ്രീം കോടതിക്ക് എന്തുണ്ട്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു പോയിന്റ് പഠിച്ചു നോക്കുക. ഇപ്പൊ ഫുള്ള് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പഠിച്ചു നോക്കുക. സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ ഒരു വൈഡർ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത്
ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്? ആർക്കായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സുപ്രീം കോടതിക്കായിരിക്കോ ഹൈക്കോടതിക്കായിരിക്കോ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്? കൂടുതൽ കേസിൽ പെട്ടെന്ന് ഇടപെടാൻ പറ്റുന്നത് സുപ്രീം കോടതിക്കായിരിക്കോ ഹൈക്കോടതിക്കായിരിക്കോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഹൈക്കോർട്ട്. ഹൈക്കോടതിയായിരിക്കോ? സുപ്രീം കോടതി അല്ലല്ലോ വലിയ കോടതിയോ? അപ്പൊ ആർക്കായിരിക്കും ഇടപെടാൻ പറ്റുന്നത്? പറഞ്ഞോ, പറയാത്തവര് പറഞ്ഞോ. ഓക്കെ, ആരും മറുപടി കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പറയടേ, ചുമ്മാ പറ, രസത്തിനെങ്കിലും പറ. സുപ്രീം കോടതി. സുപ്രീം കോടതി. ഓക്കെ, എന്നല്ല കേട്ടോ, ശിവൻ പറഞ്ഞ പോലെ ഹൈക്കോടതിക്കാണേ. അപ്പൊ അത് നമ്മുടെ ഒരു ലോജിക്കിന് നിരക്കാവുന്ന സാധനം. പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോകും. നമ്മൾ ചെയ്യുമോ സുപ്രീം കോടതിക്കായിരിക്കുമല്ലോ കൂടുതൽ പവർ ഉള്ളത്, അപ്പൊ സുപ്രീം കോടതി ആയിരിക്കും വൈഡർ കേസുകളിൽ, അല്ലെങ്കിൽ കൂടുതൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്കാന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഹൈക്കോടതിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ കൂടുതലുള്ളതെന്നും പഠിച്ചു വെക്കുക. അതായത് ഡയറക്റ്റ് ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കേസിന് വൈഡ് റേഞ്ചിൽ ഇടപെടാൻ കഴിയുന്നത് ഹൈക്കോർട്ട്സ് ആണ്. അത് ജസ്റ്റ് ഒന്ന് ചുമ്മാ നമ്മുടെ ലോജിക്കിൽ പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, പറയുന്നില്ലല്ലോ. ഓക്കെ, ഇനി അഡ്വൈസറി ജുഡിഷ്യൽ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 143, 143. ഓക്കെ, അറിയാലോ. 140 ഈ 143 നമ്മൾ എപ്പോഴും കേൾക്കുന്നില്ല, നമ്മുടെ സിനിമയ്ക്കകത്തൊക്കെ 143 പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പൊ അത് എളുപ്പത്തിൽ പഠിച്ചു വെക്കാം. പ്രസിഡന്റും സുപ്രീം കോടതിയും, പ്രസിഡന്റ് സുപ്രീം കോടതിയിൽ പറയുന്നതാണ് 143 ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. പ്രസിഡന്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ്, നിലവിൽ അത് കോൺടെക്സ്റ്റിലുള്ള സാധനമാണ്, കറണ്ട് അഫയറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട സാധനമാണ്. നിലവിൽ പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ചോദിച്ചിരിക്കുന്നത് 15ാമത്തെ തവണയാണ്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ ജുഡീഷ്യറി വന്നതിന് ശേഷം, റിപ്പബ്ലിക് ആയതിനു ശേഷം 15ാമത്തെ തവണയാണ്. ഇത്രയും വർഷത്തിനിടയ്ക്ക്, 75 വർഷത്തിനിടയ്ക്ക് 15ാമത്തെ തവണയേ ഉള്ളൂ പ്രസിഡന്റ് സുപ്രീം കോടതിയോട് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, അല്ലെങ്കിൽ 143 എന്ന് പറഞ്ഞേക്കുന്നത് 15ാമത്തെ തവണയുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഈ 15-ൽ ഒന്ന് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കേരളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ ബില്ലും ലാൻഡ് റിഫോംസ് ബില്ലുമായി ബന്ധപ്പെട്ട് 1959-ലാണ്. ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കണം. ജസ്റ്റ് എഴുതണോ നിർബന്ധമൊന്നുമില്ല. ഈ 15-ൽ ഒന്ന് കേരളവുമായി ബന്ധപ്പെട്ടിട്ട് 1959 നമ്മുടെ എഡ്യൂക്കേഷൻ ബില്ല്, അതായത് EMS ഗവൺമെന്റ് താഴെ പോകുന്ന അറിയാലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എപ്പോഴോ പറഞ്ഞിരുന്നു. വിമോചന സമരവുമായി ബന്ധപ്പെട്ടിട്ടാ എഡ്യൂക്കേഷൻ ബില്ലും അതോടൊപ്പം തന്നെ ലാൻഡ് റിഫോംസ് ബില്ലും. അതുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയോട് അന്നത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ആ റൈറ്റ്സിന്റെ പ്രൊട്ടക്ടർ ആണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന സുപ്രീം കോടതി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെയൊക്കെ പ്രിവെയിൽ ചെയ്യാൻ വേണ്ടി എൻഷുർ ചെയ്യേണ്ട ജോലിയാണ് സുപ്രീം കോടതി ഉള്ളത്. ഇതാണ് നമ്മൾ സുപ്രീം കോടതിയെ പറ്റി പറയാനുള്ള കുറച്ച് ഡീറ്റെയിൽസ്.